ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് കെറ്റിൽ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്, അതുപോലെ തന്നെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും നിങ്ങൾ എടുത്തിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. കാരണം ഇത് ഡയറക്റ്റ് ഇലക്ട്രിസിറ്റിയാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും നിങ്ങൾ ആദ്യം തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. സാധാരണ നമ്മൾ ഇലക്ട്രിക് കെറ്റിൽ ചീത്തയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയാറാണ് പതിവ്. പക്ഷേ അത് എങ്ങനെ റിപ്പയർ ചെയ്ത് നോക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പാർട്സും നമുക്ക് ഓൺലൈനിലും ലോക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്കിത് റിപ്പയർ ചെയ്ത് റെഡിയാക്കാൻ പറ്റും. ഇതിനെ ഫുള്ളായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ പ്രശ്നം കാണിക്കുന്നത് ഇതിൻ്റെ സ്വിച്ചിനാണ്. ഈ സ്വിച്ച് നമുക്ക് ഓൺലൈനിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ലോക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇലക്ട്രിക് കെറ്റിൽസ് തെർമോസ്റ്റാറ്റ് സ്വിച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം ഇത് ചൂടാവുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഇത് നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ സ്വിച്ച് മാത്രമല്ല, ഇതിൻ്റെ ബേസിൽ കാണുന്ന ഈ ഒരു പോർഷനും നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. അത് കേടായാലും നമുക്കത് മാറ്റി വെക്കാൻ പറ്റും. അത് ഞാനിത് ഫുള്ളായിട്ട് അഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ ക്ലിപ്പുകളും സൂക്ഷിച്ച് വേണം റിമൂവ് ചെയ്യാൻ. കാരണം അതിന് ഒടിയെ മറ്റും ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റീകണക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കേബിൾ പോർഷൻസ് ആണ്. അത് രണ്ടും സെപ്പറേറ്റ് തന്നെ ആയിട്ട് ഇരിക്കണം. കാരണം അത് കെറ്റിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഷോർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് സെപ്പറേറ്റ് ആയിട്ട് വേണം നിൽക്കണം എന്നുള്ളത് എപ്പോഴും വെരിഫൈ ചെയ്തിട്ട് വേണം തിരിച്ച് അസംബിൾ ചെയ്യാൻ. ഈ സ്വിച്ചിൻ്റെ ഈ പോർഷൻ പ്രത്യേകിച്ച് തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പ്ലെയറോ മറ്റോ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം അത് ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായാൽ ആ സ്വിച്ച് വീണ്ടും കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോ കേബിളുകളും തിരിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ടാണോ നിൽക്കണത് എന്നുള്ളത് വെരിഫൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഷോർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളെല്ലാവരും തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇതിൻ്റെ കേബിൾ ഓൾറെഡി ഇലക്ട്രിസിറ്റിയിൽ കണക്റ്റഡ് ആണ്. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ലൈറ്റ് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ പ്രശ്നം മാറിയിട്ടുണ്ട്. നമ്മൾ ഫിറ്റ് ചെയ്തത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.